വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന സൃഷ്ടിപ്പിന്റെ ചരിത്രം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പ്രധാനമാണ്. ദൈവമാണ് ഈ പ്രപഞ്ചവും അതിലെ സകലവും സൃഷ്ടിച്ചത് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു വിവരണമാണിത്. ദൈവം സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ അതിന്റെ ദൃക്സാക്ഷിയായി അവനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ എങ്ങനെയാണ് സൃഷ്ടിപ്പ് നടന്നത് എന്ന് വിവരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നത് പോലെയാണ് ദൈവം സകലതും സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ സൃഷ്ടിയുടെ 2 വിവരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ വിവരണം ഉൽപ്പത്തി 1-1 വാക്യം മുതൽ ഉൽപ്പത്തി 2-3 വരെ നീളുന്നു. രണ്ടാമത്തെ വിവരണം ഉൽപ്പത്തി 2-4 വാക്യം മുതൽ മാത്രമേ ആരംഭിക്കുന്നുള്ളൂ. ഉൽപ്പത്തിയുടെ 2 വിവരണങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 1-1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2-4 യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഉൽപ്പത്തി 2-4 ഉൽപ്പത്തി വിവരം എന്നത് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ചരിത്രം എന്നും കിങ് ജെയിംസ് വേർഷനിൽ തലമുറകൾ എന്നുമാണ്. എബ്രായ ഭാഷയിൽ അത് ടൊലേട്ടോഫ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം വംശജർ, സന്തതി പരമ്പര, ഫലം, നടപടിക്രമം, തലമുറകൾ, ഉൽപ്പത്തി, വംശാവലി എന്നിങ്ങനെയാണ്. അതായത് ഉൽപ്പത്തി 2 അധ്യായം പറയുന്നത് ഒരു വംശത്തിന്റെ തലമുറയുടെ ചരിത്രം ആണ്. ഉൽപ്പത്തി 1 അധ്യായം 6 ദിവസത്തെ സൃഷ്ടിയുടെ ക്രമമായ ചരിത്രവും 7 ദിവസത്തെ വിശ്രമത്തിന്റെ വിവരണവുമാണ്. 6 ദിവസത്തെ സൃഷ്ടിയുടെ ഉന്നതി മനുഷ്യരുടെ സൃഷ്ടിയാണ്. മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ സൃഷ്ടിയുടെ പരമലക്ഷ്യം. സൃഷ്ടിയുടെ 6 ദിവസങ്ങളിൽ 6 ദിവസത്തെ ചരിത്രം മാത്രമേ ഉൽപ്പത്തി 2 വിവരിക്കുന്നുള്ളൂ. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യരുടെ സൃഷ്ടിയുടെ വിവരണത്തിൽ ആണ്. ഉൽപ്പത്തി 1-2 എന്നീ അധ്യായങ്ങളിൽ സൃഷ്ടിപ്പിന്റെ 2 വ്യത്യസ്തങ്ങളായ വിവരണങ്ങളാണ് എങ്കിലും ഇവ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. എന്നാൽ ഉൽപ്പത്തി 2 ക്രമമായ ഒരു വിവരണമല്ല. ഇത് ഏദൻ തോട്ടത്തിന്റെയും മനുഷ്യരുടെ സൃഷ്ടിയുടെയും ചരിത്രമാണ്. അതിനാൽ ഉൽപ്പത്തി 1 വിവരിക്കുന്ന എല്ലാ സംഭവങ്ങളും അതേ ക്രമത്തിൽ 2 അധ്യായത്തിൽ വിവരിക്കപ്പെടുന്നില്ല. 6 ദിവസം ദൈവം മൃഗങ്ങളെ സൃഷ്ടിക്കുകയും അതിനുശേഷം മനുഷ്യരെ സൃഷ്ടിക്കുകയും ചെയ്തു. അന്ന് തന്നെ എല്ലാ മൃഗങ്ങളെയും മനുഷ്യരുടെ മുന്നിൽ വരുത്തി മനുഷ്യർ അവയ്ക്ക് പേരിട്ടു. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി 1 സൃഷ്ടിപ്പിന്റെ ക്രമമായ ചരിത്രവും ഉൽപ്പത്തി 2 അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് വിവരിക്കപ്പെടുന്നത്. ഈ 2 വിവരണങ്ങളും വ്യത്യസ്തമായ രചനാ ശൈലിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി 2-3 വാക്യങ്ങൾ. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7 ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7 ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഈ വാക്യങ്ങളിലെ നിവൃത്തനായി എന്ന വാക്കിനെ സകല സൃഷ്ടികളും പൂർത്തീകരിച്ച് വിശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഈ വാക്ക് ഇംഗ്ലീഷിൽ വിശ്രമിച്ചു എന്നാണ്. അതായത് ദൈവം സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിപ്പ് അവസാനിപ്പിച്ചു. അവൻ 7 ദിവസം വിശ്രമിച്ചു. 7 ദിവസം ദൈവം യാതൊന്നും സൃഷ്ടിച്ചില്ല. ദൈവം വിശ്രമിച്ചത് അവൻ ക്ഷീണിതനായതുകൊണ്ടോ അവൻ ഉന്മേഷം വീണ്ടെടുക്കണം എന്നതുകൊണ്ടോ അല്ല. ദൈവം ഒരിക്കലും ക്ഷീണിതൻ ആകുന്നില്ല. ഉൽപ്പത്തി 2-3 വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന നിവൃത്തനായി എന്ന വാക്കിന്റെ എബ്രായ പദം ഷെവയാത്ത് എന്നാണ്. ഈ മൂലവാക്കിൽ നിന്നാണ് ശബത്ത് എന്ന പദം ഉണ്ടായത്. ഈ എബ്രായ വാക്കിന്റെ അർത്ഥം വിരാമം, ഇടവേള, അവസാനിപ്പിക്കുക, വിശ്രമിക്കുക എന്നിങ്ങനെയാണ്. 3 വാക്യം പറയുന്നത് സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് എന്നാണ്. അതിന്റെ അർത്ഥം ദൈവം സകല സൃഷ്ടികർമ്മങ്ങളും 6 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. 7 ദിവസം സൃഷ്ടികർമ്മങ്ങൾ അവസാനിപ്പിച്ചു, വിശ്രമിച്ചു. വിശ്രമം എല്ലാ സൃഷ്ടികളും പൂർത്തീകരിച്ച ശേഷമാണ്. യാതൊന്നും ഇനി സൃഷ്ടിക്കുവാൻ ഇല്ല. സൃഷ്ടിക്കുവാൻ മറന്നുപോയ യാതൊന്നുമില്ല. ഇത് സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു എന്നതിന്റെ സ്വർഗീയമായ പ്രഖ്യാപനം ആണ്. ഇതിന്റെ അർത്ഥം ഇനി യാതൊന്നും ദൈവത്തിന് പുതിയതായി സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല എന്നല്ല. ദൈവം എന്ത് സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചുവോ അത് അവൻ പരിപൂർണതയോടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു.
അതിനോടുകൂടെ യാതൊന്നും കൂടുതലായി ചേർക്കുവാനില്ല, ഒന്നും എടുത്തു മാറ്റുവാനും ഇല്ല. കുറവുള്ളതോ സമ്പൂർണമല്ലാത്തതോ ആയ യാതൊന്നുമില്ല. അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ എത്രയും നല്ലത് എന്ന് കണ്ടു. 31:31 താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ദൈവത്തിന്റെ അവസാനത്തെ സൃഷ്ടി മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം അതിനുശേഷം മറ്റൊരു ജീവിയെ കൂടെ സൃഷ്ടിക്കാതിരുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനാണ് അവൻ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത്? ദൈവം പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നില്ല. ദൈവം സകലതും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് സൃഷ്ടിപ്പ് നടത്തിയത്. സൃഷ്ടിയുടെ അവസരത്തിൽ പറയുന്ന നല്ലത് എന്ന് ദൈവം കണ്ടു, എത്രയും നല്ലത് എന്ന് കണ്ടു എന്നീ വാക്കുകൾ സൃഷ്ടിയുടെ മനോഹാരിതയെക്കുറിച്ചല്ല, ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ ദൈവത്തിനുള്ള ഉദ്ദേശത്തിന്റെ പരിപൂർണതയാണ് അർത്ഥമാക്കുന്നത്. ദൈവം സകലതിനെയും സൃഷ്ടിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന്റെ മനോഹാരിത സൃഷ്ടികർത്താവിൽ നിന്നും ലഭിച്ച സ്വാഭാവികമായ പ്രത്യേകത മാത്രമാണ്. മനോഹാരിത നോക്കി നല്ലത് എന്നോ എത്രയും നല്ലതെന്നോ പറയേണ്ടതില്ല. കാരണം മനോഹരമല്ലാത്തതൊന്നും ദൈവത്തിൽ നിന്നും പുറപ്പെടുകയില്ല. അതായത് ദൈവം നല്ലത്, എത്രയും നല്ലത് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പ്രവർത്തനാത്മകതയുടെ ഗുണകരമായ നന്മയെ വിലയിരുത്തിയാണ്. അതായത് ഒരു സൃഷ്ടിയെ ദൈവം എന്ത് ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശം അത് നിവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടാണ് ദൈവം നല്ലത്, എത്രയും നല്ലത് എന്ന് പറഞ്ഞത്. പൊതുവെ വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായിട്ടാണ് ദൈവം സകലതിനെയും സൃഷ്ടിച്ചത്. ഇതിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തിനാണ് ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലുള്ള ജീവനില്ലാത്തതും ജീവനുള്ളതുമായ സകലത്തിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്ന് നേരിട്ട് വ്യക്തമായി പറയുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലില്ല. അതിനാൽ ഇതെല്ലാം സൃഷ്ടിക്കുവാൻ ദൈവം അവന്റെ സർവാധികാരത്തിൽ തീരുമാനിക്കുകയായിരുന്നു എന്ന് നമുക്ക് കരുതാം. സൃഷ്ടിയുടെ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ദൈവത്തിന് കൂട്ടായി മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൻ ആരുമായും ചർച്ച ചെയ്തിട്ടില്ല. ദൈവം ആരോടും അഭിപ്രായം ചോദിക്കുകയോ മറ്റൊരാളിന്റെ പദ്ധതി ഭാഗികമായി പോലും സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവന്റെ പ്രവൃത്തികൾ ആരോടും വിശദീകരിക്കുവാനുള്ള ബാധ്യതയും ദൈവത്തിനില്ല. സൃഷ്ടി നടത്തുവാൻ തീരുമാനിച്ചത് ദൈവമാണ്. അത് അവന്റെ നന്മയ്ക്കായാണ്, അവന്റെ മാത്രം നന്മയ്ക്കായാണ്. ഈ പ്രപഞ്ചത്തിന്റെയും അതിലുള്ള സകലത്തിന്റെയും മനുഷ്യരുടെയും സൃഷ്ടിയുടെ നന്മ ദൈവത്തിനും മാത്രം അവകാശപ്പെട്ടതാണ്. കൊലോസ്യർ 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 15:36 സകലവും അവനിൽ, ദൈവത്തിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സൃഷ്ടിപ്പിന്റെ ദൈവിക ലക്ഷ്യം എന്തായിരുന്നു എന്ന് നേരിട്ട് പറയുന്നില്ല എങ്കിലും അത് മനസ്സിലാക്കുവാൻ തിരുവെഴുത്തുകൾ നമ്മെ സഹായിക്കും. ഈ പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യരെ സൃഷ്ടിക്കുക, അവരെ അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയിൽ ആക്കി വെക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. മനുഷ്യർ ദൈവത്തിന്റെ കാര്യസ്ഥന്മാരായി ഭൂമിയിൽ നിത്യമായി ജീവിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചത് 6-ാമത്തെ ദിവസം ഭൂജല ജന്തുക്കളെ സൃഷ്ടിച്ചതിന് ശേഷമല്ല. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചിരുന്നു. സകല ജലജന്തുക്കൾ, പറവജാതി, കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ഭൂജല ജന്തുക്കൾ എന്നിവയെല്ലാം ദൈവം കൽപ്പിച്ചുണ്ടാക്കി. എന്നാൽ മനുഷ്യനെ മാത്രം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും സൃഷ്ടിച്ചു. കാരണം മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ഇന്ന് മനുഷ്യർക്ക് പാപം കാരണം ദൈവിക തേജസ് ഇല്ലാതെ ആയിപ്പോയി എങ്കിലും മനുഷ്യർ മാത്രമേ ഭാവിയിൽ വീണ്ടും ദൈവത്തോടെ സാദൃശ്യം പ്രാപിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:49 നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സൃഷ്ടിപ്പിന്റെ ദൈവിക ഉദ്ദേശം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ അവസ്ഥയിൽ മനുഷ്യൻ നിത്യനായി ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. ഇപ്പോൾ മനുഷ്യർ പാപത്താൽ വീണുപോയ അവസ്ഥയിലാണെങ്കിലും ഭാവിയിൽ അവൻ ദൈവിക പദ്ധതിക്കൊത്തവണ്ണം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും നിത്യമായി ജീവിക്കും. എഫേസ്യർ 1:4-6 വരെയുള്ള വാക്യങ്ങൾ, നാം തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമുഹൂർത്തത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ വാക്യം സൂചിപ്പിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നത് സമയവും കാലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നിത്യതയിൽ എപ്പോഴോ ആണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചത് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പാണ്. ഈ ചരിത്രാതീത കാലത്ത് ദൈവം അനേകം മനുഷ്യരെ ക്രിസ്തുവിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനായി തിരഞ്ഞെടുത്തു. അവരെ പുത്രന്മാർ ആകേണ്ടതിനായി ദൈവത്തിന്റെ ഹിതപ്രകാരം യേശു ക്രിസ്തുവിൽ ദത്തെടുത്തു. 2 തെസ്സലോനിക്കർ 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശദീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചരിത്രാതീത കാലത്ത് എപ്പോഴോ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചുവെന്നും അതിന് ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഈ വാക്യങ്ങൾ പറയുന്നു. മനുഷ്യനെ നിത്യമായി ജീവിക്കുവാൻ യോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ മനുഷ്യനുള്ള സ്നേഹം ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത വെളിവാക്കുന്നു. ജീവനുള്ളതും അല്ലാത്തതുമായി ഈ പ്രപഞ്ചത്തിലെ സകലതും മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലാണ്. മനുഷ്യന് സുഖമായി നിത്യമായി ജീവിക്കുവാൻ ആവശ്യമായ സകലതും സൃഷ്ടിച്ച ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും അവനെ ഭൂമിയിൽ ആക്കി വെച്ചതും. അതായത് ദൈവം ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ അവന്റെ സർവാധികാരത്താലുള്ള ഇച്ഛാശക്തിയാൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. മനുഷ്യർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിരിക്കണമെന്നും ദൈവം തീരുമാനിച്ചു. അവർ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവർ ആയിരിക്കണം. മനുഷ്യരെ താമസിക്കുവാൻ അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയായി അവൻ ഈ പ്രപഞ്ചത്തെയും അതിൽ ഭൂമിയെയും അതിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചു. അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവന് നിത്യമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം സൃഷ്ടിച്ചു. അവയുടെ നിത്യമായ സംരക്ഷണത്തിനും പരിപാലനത്തിനും വർധനയ്ക്കും ആവശ്യമായ നിയമങ്ങളും ദൈവം കൽപ്പിച്ചാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് ജീവിക്കുവാൻ യോജ്യമായ ഒരു ആവാസ വ്യവസ്ഥ ദൈവം സൃഷ്ടിക്കായിരുന്നില്ല. മനുഷ്യരെ സൃഷ്ടിപ്പിന് ശേഷമല്ല ദൈവം സൂര്യനെയും ചന്ദ്രനെയും വെള്ളത്തെയും സസ്യങ്ങളെയും ജീവികളെയും സൃഷ്ടിച്ചത്. ഇതെല്ലാം മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമാണ് എന്നറിഞ്ഞ ദൈവം അതെല്ലാം മുൻകൂട്ടി കരുതി. മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഒരുക്കിയ ഒരു ഭൂമിയിലാണ് ദൈവം അവനെ സൃഷ്ടിച്ച് ആക്കി വെച്ചത്. ഇവയുടെ മേൽ മനുഷ്യന് അധികാരവും കൊടുത്തു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്നതിന്റെ അർത്ഥം മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥയുടെ കരുതലും സൂക്ഷിപ്പും മനുഷ്യന്റെ ഉത്തരവാദിത്വം ആയി. അനുഭവ അവകാശക്കാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ കരുതലിനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിക്കും മുമ്പേ ദൈവത്തിന്റെ കരുതലുണ്ടായി. ഇത് തന്നെയാണ് ഇന്നും ദൈവിക കരുതലിന്റെ രീതി. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മുമ്പേ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അവൻ സകലതും കരുതി വെച്ചിട്ടുണ്ട്. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചത് മനുഷ്യനെ നിത്യമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം അവൻ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നതിനാലാണ്. മനുഷ്യന്റെ വാസത്തിനായി യാതൊന്നും കൂടുതലായി സൃഷ്ടിക്കേണ്ടതില്ല. 7-ാമത്തെ ദിവസത്തെ വിശ്രമം ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പറയുന്ന ദിവസമാണ്. വിശ്രമം എന്നത് ദൈവം കരുതിയിട്ടുണ്ട് എന്ന സന്ദേശമാണ്.
വിശ്രമം എന്നത് ദൈവം നിഷ്ക്രിയനാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. ഇന്നും ദൈവം സജീവമായി ഈ ലോകത്തിൽ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം അവന്റെ സജീവമായ അധികാരത്തിന് കീഴെയാണ്. ഇത് ലോക ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവം വിശ്രമിച്ചു എന്നതിന്റെ അർത്ഥം സകലതും കരുതിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഉൽപ്പത്തി 2:2, 3 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. നമ്മൾ മുകളിൽ വിവരിച്ചതുപോലെ ഉൽപ്പത്തി 2:2, 3 വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന നിവൃത്തനായി എന്ന വാക്കിന്റെ എബ്രായ പദം ഷെവയാത്ത് എന്നാണ്. ഈ മൂലവാക്കിൽ നിന്നാണ് ശബത്ത് എന്ന പദം ഉണ്ടായത്. ഈ എബ്രായ വാക്കിന്റെ അർത്ഥം വിരാമം, ഇടവേള, അവസാനിപ്പിക്കുക, വിശ്രമിക്കുക എന്നിങ്ങനെയാണ്. ഇതേ വാക്കിന്റെ ശബത്ത് എന്ന രൂപം നമുക്ക് ലേവ്യ പുസ്തകം 25-ലും മറ്റു പല വേദഭാഗങ്ങളിലും കാണാം. ലേവ്യ പുസ്തകം 25:2. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ഇവിടെ ശബത്ത് എന്ന വാക്കിന്റെ എബ്രായ പദം ഷബാത്ത് എന്നാണ്. ഇത് ഉൽപ്പത്തി 2:2 ഷബയാത്ത് എന്ന മൂലപദത്തിന്റെ മറ്റൊരു രൂപമാണ്. അതിനാൽ അർത്ഥം ഒന്ന് തന്നെയാണ്. പുതിയ നിയമത്തിൽ ശബത്ത് എന്ന വാക്കിന്റെ മൂല യവന പദം സബാറ്റോൺ എന്നാണ്. ഇത് ഷബാത്ത് എന്ന എബ്രായ പദത്തിൽ നിന്നും രൂപം കൊണ്ട ഗ്രീക്ക് വാക്കാണ്. അതിനാൽ അർത്ഥവ്യത്യാസം ഇല്ല. മോശയുടെ ന്യായപ്രമാണം ശബത്ത് ദിവസം യാതൊരു ജോലിയും ചെയ്യുവാൻ ഇസ്രായേലിയരെ അനുവദിച്ചിരുന്നില്ല. ശബത്ത് ദിവസം ദൈവത്തിന്റെ ഉറപ്പുള്ള കരുതലിനാൽ തന്റെ സ്വന്തം ജനത്തെ ദൈവം പരിപാലിക്കുന്ന ദിവസമാണ്. ശബത്ത് ജനം അവരുടെ ആവശ്യങ്ങൾക്കായി ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്ന ദിവസമാണ്. ദൈവം 6-ാം ദിവസം തന്നെ 7-ാമത്തെ വിശ്രമത്തിന്റെ ദിവസത്തിനായി കരുതിയിട്ടുണ്ട്. ഭൗതിക നന്മകൾക്കുപരിയായി മനുഷ്യർക്ക് നിത്യമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം മുന്നമേ കരുതിയിട്ടുണ്ട് എന്ന പ്രത്യാശയും വിശ്വാസവും ശബത്തിൽ ഉണ്ട്. ദൈവത്തിന്റെ കരുതൽ ഭൗതിക ആവശ്യങ്ങൾക്കായി മാത്രമല്ല, നിത്യതയിലുള്ള ജീവിതത്തിനായും കൂടെ ആണ്. പുറപ്പാട് 16-ാം അധ്യായത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഏലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ എത്തിച്ചേരുന്നു. അത് അവരുടെ പുറപ്പാടിന്റെ 2-ാം മാസം 15-ാം തീയതിയായിരുന്നു. അവർ യാത്ര പുറപ്പെട്ടപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ആഹാരസ്ഥാനങ്ങളെല്ലാം അപ്പോഴേക്കും തീർന്നുപോയി. തുടർന്ന് അവർ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ മരുഭൂമിയിൽ ആഹാരം ലഭിക്കാതെ അവർ മരിച്ചു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. അവർ മോശയ്ക്കും അഹരോനും എതിരെ കലാപം ഉണ്ടാക്കി. അപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം നൽകും എന്ന് പറഞ്ഞു. ആഴ്ചയുടെ 6 ദിവസവും ഓരോ ദിവസത്തേക്ക് ആവശ്യമായ അപ്പം അവർ ശേഖരിക്കണം. 6-ാമത്തെ ദിവസം 2 ദിവസത്തേക്കുള്ള അപ്പം ശേഖരിക്കണം. കാരണം 7-ാമത്തെ ദിവസം വിശ്രമത്തിന്റെ ശബത്ത് ദിവസമാണ്. അത് 6-ാം ദിവസത്തെ ദൈവിക കരുതൽ അനുഭവിക്കേണ്ട ദിവസം ആണ്. 7-ാമത്തെ ദിവസം വിശ്രമത്തിന്റെ ശബത്ത് ദിവസമാണ്. അന്ന് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കരുതലിൽ ജീവിക്കുന്ന ദിവസമാണ്. ദൈവം 7-ാം ദിവസത്തേക്ക് ആവശ്യമായതെല്ലാം 6-ാം ദിവസം തന്നെ കരുതി വെക്കുന്നു. എല്ലാ 7-ാമത്തെ ദിവസം ശബത്ത് ദിവസം ആയിരിക്കുന്നത് പോലെ എല്ലാ 7-ാമത്തെ വർഷവും ശബത്ത് വർഷമായിരിക്കണം എന്നും ദൈവം ഇസ്രായേൽ ജനത്തോടെ കൽപ്പിച്ചിരുന്നു. ശബത്ത് വർഷം വിതയും കൊയ്ത്തും ഉണ്ടായിരുന്നില്ല. ഈ വർഷം വയലിൽ സ്വാഭാവികമായി മുളച്ചു വരുന്ന സസ്യങ്ങളുടെ ഫലം അവർക്ക് ഭക്ഷിക്കാം. എന്നാൽ അവ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല. എല്ലാ വയലുകളും സമ്പന്നനും ദരിദ്രനും സ്വദേശിക്കും പരദേശിക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരുപോലെ തുറന്നിരിക്കും. അവിടെ വളരുന്നതെല്ലാം എല്ലാവർക്കും ഭക്ഷണം ആയിരിക്കും. 6-ാമത്തെ വർഷത്തെ വിളവെടുപ്പ് 7-ാമത്തെയും 8-ാമത്തെ വർഷത്തെ വിളവെടുപ്പ് വരെയുള്ള കാലത്തെയും ആവശ്യങ്ങൾക്ക് പര്യാപ്തമായിരുന്നു. യോബേൽ സംവത്സരത്തിലും ഈ പ്രമാണങ്ങൾ ബാധകമായിരുന്നു. യോബേൽ സംവത്സരം എല്ലാ 50-ാം വർഷം ആയിരുന്നു. അതൊരു ശബത്ത് വർഷമാണ്. അതിനാൽ ആ വർഷം ഇസ്രായേൽ ജനത്തിന് വിതയ്ക്കുവാനും കൊയ്യുവാനും അനുവാദമില്ല. ഒരു ശബത്ത് വർഷം ആരംഭിക്കുന്നത് ശരൽക്കാലത്താണ്. യോബേൽ സംവത്സരം ആഘോഷിക്കുമ്പോൾ 7-ാമത്തെയും 8-ാമത്തെയും വർഷങ്ങളിൽ വിതയും കൊയ്ത്തുമില്ല. അതായത് 49-ാമത്തെ വർഷവും 50-ാമത്തെ വർഷവും വിതയും കൊയ്ത്തുമില്ല. 6-ാമത്തെ വർഷത്തിലെ വിളവെടുപ്പ് പ്രധാനമായും നടക്കുന്നത് 7-ാമത്തെ മാസത്തിൽ ആണ്. ഇത് അവിടുത്തെ 3 വർഷത്തേക്ക് 9-ാമത്തെ വർഷത്തെ വിളവെടുപ്പ് വരെ പര്യാപ്തം ആണ്. അല്ലെങ്കിൽ 51-ാമത്തെ വർഷത്തെ വിളവെടുപ്പ് വരെ
പര്യാപ്തം ആണ്. അതായത് 48-ാമത്തെ വർഷത്തെ വിളവെടുപ്പ് 49-ാമത്തെ വർഷവും 50-ാമത്തെ വർഷവും പിന്നീട് 51-ാമത്തെ വർഷത്തിലെ വിളവെടുപ്പ് വരെ പര്യാപ്തം ആയിരിക്കും. ക്രമമായ വിതയും കൊയ്ത്തും ഇല്ലാതെ തന്നെ തന്റെ ജനത്തിനായി കരുതുവാൻ ദൈവത്തിന് കഴിയും. അവന്റെ കരുതൽ മുൻകൂട്ടിയുള്ള കരുതലാണ്. 6-ാമത്തെ വർഷം 3 ഇരട്ടി വിളവ് ദൈവം നൽകുന്നു. അത് അടുത്ത 3 വർഷത്തേക്ക് ആവശ്യമായതാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ മുൻകരുതൽ അനുഭവിക്കുന്ന വിശ്രമത്തിന്റെ കാലമാണ് ശബത്ത് വർഷം. ഇതിനാലാണ് നമ്മുടെ കർത്താവ് നാളെയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത്. മത്തായി 6:31-32 വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി മാത്രമല്ല കരുതിയിട്ടുള്ളത്, അവൻ നമ്മുടെ ആത്മീയ രക്ഷയ്ക്കായും മുൻകൂട്ടി കരുതിയിട്ടുണ്ട്. മനുഷ്യരുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ മുൻകരുതലാണ് യേശുക്രിസ്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷയ്ക്കായി മുൻ നിയമിച്ചിരുന്നു. വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഉടമ്പടിയുടെ ദൈവശാസ്ത്രത്തെ പിന്താങ്ങുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ 3 ദൈവശാസ്ത്രപരമായ ഉടമ്പടികളെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അവ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി, പ്രവൃത്തികളുടെ ഉടമ്പടി, കൃപയുടെ ഉടമ്പടി എന്നിവയാണ്. വീണ്ടെടുപ്പിന്റെ ഉടമ്പടി കാലങ്ങൾക്ക് മുമ്പേ ദൈവിക തൃത്വത്തിനുള്ളിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. ഇതിന്റെ ഉദ്ദേശം മാനവരാശിയുടെ രക്ഷയാണ്. കാലങ്ങൾക്ക് മുമ്പേ എന്നതിന് സമയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ എന്നാണ് അർത്ഥം. ദൈവിക തൃത്വത്തിനുള്ളിൽ എന്നത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നിവർക്കിടയിൽ ഉണ്ടായത് ആണ് എന്നുമാണ് അർത്ഥമാക്കുന്നത്. വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയുടെ ഉദ്ദേശം വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കുക, അവരുടെ പാപപരിഹാരം ക്രമീകരിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിത്യജീവനായി രക്ഷിക്കുക എന്നിവയായിരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തിന്റെ നിത്യമായ നന്മയ്ക്കായി അവരെ വീണ്ടെടുക്കുക എന്നതായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യം. ഈ വീണ്ടെടുപ്പ് പദ്ധതിയിൽ തെരഞ്ഞെടുപ്പ്, പാപപരിഹാരം, രക്ഷ എന്നിവ ഉണ്ട്. നിത്യമായ ഈ ഉടമ്പടി പ്രകാരം പിതാവായ ദൈവം പുത്രനെ ഒരു കൂട്ടം ജനത്തെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനുമായി നൽകുന്നു. ഇതിനായി പിതാവായ ദൈവം ഒരു കൂട്ടം ജനത്തെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. പുത്രൻ ഇവരെ അവന്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയിലൂടെ വീണ്ടെടുക്കുന്നു. പിതാവ് തിരഞ്ഞെടുത്തവരിൽ പുത്രന്റെ വീണ്ടെടുപ്പ് പ്രവൃത്തി പരിശുദ്ധാത്മാവ് പ്രാവർത്തികമാക്കുന്നു. തൃത്വത്തിലെ ഓരോ വ്യക്തിത്വങ്ങൾക്കും ഇങ്ങനെ പ്രത്യേക കർത്തവ്യങ്ങൾ ഉണ്ട്. എങ്കിലും മനുഷ്യരുടെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ എല്ലായിടത്തും എല്ലാ ദൈവിക വ്യക്തിത്വങ്ങൾക്കും സജീവമായ പങ്കുണ്ട്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് പദ്ധതി മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമോ മനുഷ്യൻ പാപത്തിൽ വീണ ശേഷമോ തയ്യാറാക്കിയതല്ല. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ത്രിയേക ദൈവം നിശ്ചയിച്ചതാണ്. എഫേസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ പിതാവായ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എഫേസ്യർ 3:11 അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സൃഷ്ടിപ്പിന്റെ ചരിത്രത്തിലെ ദൈവിക കരുതൽ എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, ഒരു പഠനമാണ് നമ്മൾ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്. ഈ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.